നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൈറ്റ് മാർച്ച് നടത്തി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസമായി നടന്നുവന്ന SPC ക്യാമ്പ് സമാപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ നിറച്ചാർത്ത് 2025 സമാപിച്ചു. ആനന്ദപുരം ആയുർവേദ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കൊടകര ടൗണിൽ നടത്തിയ നൈറ്റ് മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, പ്രനില ഗിരീശൻ, VR രഞ്ജിത്ത്, ജസ്റ്റിൻ പൊന്മനശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ജോസ് കോച്ചക്കാടൻ, ജോയ് ചെമ്പകശ്ശേരി, ബാബു കൊട്ടക്കാട്ടുകാരൻ, സിജോ മാത്തള, പോൾ മംഗലൻ എന്നിവർ നേതൃത്വം നൽകി. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, ജിനേഷ് വെട്ടിയാട്ടിൽ, ജെയ്സൺ പീഡിയേക്കൽ, AM ബിജു, പ്രതീഷ് പണ്ടാരത്തിൽ, തോമസ് കാവുങ്ങൽ, വിജയൻ വെട്ടിയാട്ടിൽ, ഭഗവത് സിംഗ്, ജിജു കീറ്റിക്കൽ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, മുരളി വെട്ടിയാട്ടിൽ, നൂർജഹാൻ, ജോളി ജോസഫ്, നിസാർ കറുപ്പം വീട്ടിൽ, AC മണികണ്ഠൻ, ഫ്രാൻസിസ് ആരോധ, PC വേലായുധൻ, ബാബു ജോൺ, ജോണി കൊട്ടക്കാട്ടുകാരൻ, ശിവൻ കുറവങ്ങാട്ട്, ജെയ്സൺ ആഞ്ഞലി എന്നിവർ നേതൃത്വം നൽകി. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സർവ്വവിധ സന്നാഹങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP ഒത്തുകളിക്കുമ്പോൾ ആ ഒത്തുകളിക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വലിയ പോരാട്ടത്തിൽ ഇറങ്ങുകയാണ്. ആ പോരാട്ടത്തിൽ പങ്കെടുത്ത ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനം, ഈ മഹാപ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വോട്ട് കൊള്ള നടക്കുന്നുവെന്ന് നമ്മുടെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ ഒരു ഇലക്ഷന് മുമ്പ് നടത്തിയ ഒരുപാട് വലിയ യാത്രകളും പ്രതിഷേധ യാത്രകളും നടത്തി. കൊടകര സരസ്വതി വിദ്യാനികേതനിൽ ഓണാഘോഷം വർണ്ണപ്പകിട്ടോടെ ആഘോഷിച്ചു. മാനേജർ TK സതീഷ് ഓണസന്ദേശം നൽകി. അത്തപ്പൂക്കളം തീർത്തു തുടങ്ങിയ ആഘോഷത്തിൽ പഞ്ചാരിമേളം, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭൂതിയായി. മാവേലിയും വാമനനും പുലിക്കളിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഓണാഘോഷങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വടംവലി മത്സരം, ഉറിയടി, കസേരകളി, തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ, ശിങ്കാരിമേളം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തി. തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായി. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ R. മേനോൻ, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ P. നായർ, വിദ്യാലയ സമിതി, മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങൾ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസമായി നടന്നുവന്ന SPC ക്യാമ്പ് സമാപിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO K. കൃഷ്ണൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ OH ബിജു മുഖ്യപ്രഭാഷണം നടത്തി.
തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ OH ബിജു മുഖ്യപ്രഭാഷണം നടത്തി. SPC പ്രോജക്ട് ASI ബിജു, SPC PTA പ്രസിഡന്റ് TS സുരേഷ്, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക KG ഗീത, സ്കൂൾ പ്രിൻസിപ്പാൾ K സതീഷ്, SPC CPO PK അജിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട 30 പേർക്ക് SPC കേഡറ്റുകളിൽ നിന്ന് സമാഹരിച്ച 5 കിലോ അരി, പലചരക്കുകൾ, പച്ചക്കറികൾ എന്നിവ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. നന്ദിനി സതീശൻ അധ്യക്ഷത വഹിച്ചു. ദിനേശ് വെള്ളപ്പാടി, TA രാജീവ്, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വം വക ക്ഷേത്രമായ മോതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെയും അമ്പാടി സത്സംഗം സമിതിയുടെയും നേതൃത്വത്തിൽ ആചാര്യ ജയ രാധാകൃഷ്ണന്റെ നാരായണീയ പാരായണ സമർപ്പണം നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വം വക ക്ഷേത്രമായ മോതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ അമ്പാടി സത്സംഗ സമിതിയുടെയും ആചാര്യ ജയ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടത്തി. കഴിഞ്ഞ ഒരു വർഷമായി അമ്മമാരുടെ നേതൃത്വത്തിൽ നാരായണീയം നടന്നുവരികയായിരുന്നു. കോർഡിനേറ്റർ സീന ദേവദാസ് പരിശീലനത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം കൊടകരയിലെ ശ്രീമദ് ദേവചൈതന്യാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. എന്റെയും സർവ്വലോകത്തിന്റെയും സർവ്വരോഗങ്ങളെയും ഇല്ലാതാക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂരിന്റെ ഈ സ്തോത്ര കാവ്യം സമാപന സമ്മേളനത്തിൽ നാരായണീയ ആചാര്യ ജയ രാധാകൃഷ്ണന് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി മെമന്റോ നൽകി ആദരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് സെക്രട്ടറി PP സദാനന്ദൻ, മാതൃസമിതി താലൂക്ക് സെക്രട്ടറി സരിത സത്യൻ, മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ്, ക്ഷേത്രം രക്ഷാധികാരി ബീന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ നടുമുറി അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ് സ്വാഗതവും ദേവസ്വം സെക്രട്ടറി ശിവദാസൻ നന്ദിയും രേഖപ്പെടുത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് 2025 എന്ന പേരിൽ ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെ സംഘടിപ്പിച്ച അങ്കണവാടി, ഭിന്നശേഷി, വയോജന, വനിതാ, ബാലസൗഹൃദ കലോത്സവം, രോഗി ബന്ധു സംഗമം, തൊഴിലുറപ്പ് സംഗമം, വിദ്യാഭ്യാസ അവാർഡ്, ഹെൽത്തി ബേബി ഷോ എന്നീ പരിപാടികൾ ഉൾക്കൊള്ളിച്ച സപ്തദിന സാംസ്കാരിക കൂട്ടായ്മ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമാപന ദിനത്തിൽ നടന്ന ഹെൽത്തി ബേബി ഷോ അന്താരാഷ്ട്ര സെലിബ്രിറ്റി സൂപ്പർ കിഡ് മോഡൽ ക്യാരൻ ഏണസ്റ്റ് റോഡ്രിഗ്സ് ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാഭ്യാസ അവാർഡുകൾ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിതരണം ചെയ്യുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സജിൻ മേലേടത്ത്, ഭദ്ര മനു, KV ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, ICDS സൂപ്പർവൈസർ V ശാലിനി, ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ ആനന്ദപുരം ആയുർവേദ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആയുർവേദത്തിന്റെ സാധ്യതകൾ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആനന്ദപുരത്തെ ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സമഗ്ര ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ചികിത്സാ രീതികളിലൊന്നാണ് ആയുർവേദമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ഭരണസമിതി അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, മണി സജയൻ, തോമസ് തൊകലത്ത്, CDS ചെയർപേഴ്സൺ സുനിത രവി, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ബീനകുമാരി S, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് നമ്പൂതിരി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിലുള്ള അഭിമാനം ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. മണ്ഡലത്തിലെ ജനപ്രതിനിധി MLA എന്നുള്ള നിലയിൽ ഞാനും അതിൽ പങ്കാളിയാകുന്നു. വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പദ്ധതികൾ, വളരെ നവീനമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്.
പ്രത്യേകിച്ച് ജോസ് വളരെ സംയോജിതവും സമഗ്രവുമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വളരെ മിടുക്കനാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,725 രൂപ, പവന് 77,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൈറ്റ് മാർച്ച് നടത്തി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസമായി നടന്നുവന്ന SPC ക്യാമ്പ് സമാപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ നിറച്ചാർത്ത് 2025 സമാപിച്ചു. ആനന്ദപുരം ആയുർവേദ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.